ചേട്ടാ ഒരു 3 ഹെലികോപ്റ്റർ വേണം. എന്തോന്ന്? അത് ഈ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ ഒരു 3 എണ്ണം. ആ ഹെലികോപ്റ്ററോ? അതേന്നെ ഈ മുകളിൽ പമ്പരമൊക്കെ ഉള്ള പറക്കുന്ന ഹെലികോപ്റ്റർ 3 എണ്ണം. അത് മനസ്സിലായി. എന്തിനാന്ന് മനസ്സിലായില്ല. അല്ല നമുക്ക് ലൂസിഫർ സെക്കൻഡ് പാർട്ട് എടുക്കണ്ടേ? ഓ അതിനായിരുന്നോ? അല്ല കഥയൊക്കെ സെറ്റായോ? സെറ്റായത് കൊണ്ടല്ലേ ഇപ്പോൾ ഹെലികോപ്റ്റർ വേണമെന്ന് പറഞ്ഞേ. ആഹാ എന്നാ കഥ കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് ഹെലികോപ്റ്റർ വേണോ വേണ്ടയോന്ന്. എന്തോന്ന് എന്നാ കഥ പറയാം. അപ്പോൾ ലൂസിഫർ സിനിമയ്ക്ക് ശേഷം നമ്മുടെ സ്റ്റീഫനെ ഒരു 4-5 വർഷമായിട്ട് കാണാനില്ല. ആ സമയത്ത് പുള്ളി മുഖ്യമന്ത്രിയാക്കിയ നമ്മുടെ ജതിൻ രാംദാസ് ഉണ്ടല്ലോ, പി.കെ.ന്റെ മോൻ, പുള്ളിക്കാരൻ ഇവിടെ ഭയങ്കര അഴിമതി ഭരണമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ജതിൻ രാംദാസ് IUF പാർട്ടി വിടും. എന്നിട്ട് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ഒരു ദേശീയ പാർട്ടിയായ ശക്തി മോർച്ച എന്ന പാർട്ടിയിലെ ഒരു വലിയ പുള്ളിയായ ബജ്രംഗിയായിട്ട് ടൈപ്പ് ആവും. ഓ ഇവനല്ലേ ലൂസിഫറിൽ അവസാനം സമാധാനത്തിന്റെ വെള്ളരിപ്രാവൊക്കെ മുന്നോട്ട് പറത്തു വിട്ടത്. നമ്മൾ ഇവിടെ കണ്ടത് സമാധാനത്തിന്റെ പ്രാവുകളല്ല, അക്രമത്തിന്റെ കഴിവും കുഞ്ഞുങ്ങളാ. ഈ ബജരംഗിയും സ്റ്റീഫന്റെ ചോട്ടാബായി സെയ്ദ് മസൂദുമായിട്ട് ഒരു ഹിസ്റ്ററി ഉണ്ട്. പണ്ട് ഗുജറാത്ത് കലാപത്തിൽ ഈ ബജരംഗിയാണ് സെയ്ദിന്റെ കുടുംബത്തിനെ എല്ലാം ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സെയ്ദിനെ പാകിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും കണ്ടെത്തി രക്ഷപ്പെടുത്തുന്ന ആളായിരുന്നു സ്റ്റീഫൻ ഓർ എബ്രാം ഖുറൈഷി. സെയ്ദ് മസൂദ് മൈസൂർ പാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ മൈസൂർ പാക്കിന് വേണ്ടി ഈ കടക്കാരൻ ബജരംഗി എടുത്ത് പോയി ചോദിച്ചപ്പോൾ ബജരംഗി പറയുക മൈസൂർ പാക്കിന് വേണമെങ്കിൽ മൈസൂരിലോട്ട് വണ്ടി കയറാൻ. അങ്ങനെ സങ്കടപ്പെട്ട് മൈസൂരിലേക്ക് വണ്ടി കയറിയ സെയ്ദ് മസൂദ് അവസാനം ഖുറൈഷി എബ്രാവിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് മാറുമായിരുന്നു. അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല. സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അവിടെ ഇരുന്ന് മറ്റുള്ള പോർഷൻസ് ഒന്നും കാണില്ല. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ തീവ്രവാദികളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട സെയ്ദ് ഇപ്പോ ഇത് ചെറിയ തിന്മ, അത് വലിയ തിന്മ. അല്ല പിന്നെ ഈ സ്റ്റീഫന്റെ ഇന്റർ എങ്ങനെ അതിലാലേട്ടാ ഈ സെനഗലിലെ ഒരു മരുഭൂമിയിൽ ഡ്രഗ്സ് ഒക്കെ ആയിട്ട് പോകുന്ന ഒരു 3-4 ട്രക്കിനെ 3 ഫൈറ്റർ പ്ലെയിൻ വെച്ചിട്ട് വീടി വെച്ചങ്ങ് നാശമാക്കും. അവിടെ ഖുറൈഷി എബ്രാമിന് എൻട്രി. അപ്പൊ സെനഗലിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ്. അയ്യോ സെനഗൽ മാത്രമല്ല വേറെ ഉണ്ട്. ഒരു ചേട്ടൻ ഒരു ബുക്ക് എടുത്തോ, ചിലപ്പോൾ ആവശ്യം വരും. ഈ സമയം നാട്ടിൽ നമ്മുടെ ഗോവർദ്ധൻ ഈ സ്റ്റീഫനെ തിരഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ പുള്ളിയെ അറിയാവുന്നിടത്ത് പോയി പുള്ളിയുടെ വിവരമുണ്ടോ, പുള്ളിയെ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ച് അന്വേഷിച്ച് നടക്കുകയാണ്. അതും പോലെ പുള്ളി FB ലൈവ് ഇടും, സ്റ്റീഫ മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വലിയ ശല്യമായല്ലോ എന്ന് വിചാരിച്ച് സ്റ്റീഫൻ പുള്ളി അങ്ങ് കാണിച്ചു കൊടുക്കാമെന്നങ്ങ് വിചാരിക്കും. അപ്പൊ സ്റ്റീഫൻ നാട്ടിൽ വരുമോ? ഇല്ല, പുള്ളിക്ക് കുറച്ച് ബിസി ആയതുകൊണ്ട് ഗോവർദ്ധനെ മയക്കി കിടത്തിയിട്ട് 5-6 പ്ലെയിനിലൊക്കെ കയറ്റിയിട്ട് നേരെ സ്റ്റീഫന്റെ അടുത്ത് എത്തിക്കും, അങ്ങ് ന്യൂയോർക്ക് സെൻട്രൽ പാർക്കിൽ. അങ്ങനെ ഗോവർദ്ധൻ മയക്കത്തിൽ നിന്ന് എണീക്കുന്നവരെ സ്റ്റീഫൻ അവിടെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു കിടക്കും. ഗോവർദ്ധൻ ചാടി എണീക്കുമ്പോൾ അദ്ദേഹം നേരെ ഫ്രണ്ടിൽ ഒരു പാവയ്ക്ക ജ്യൂസ്. ഈ പാവയ്ക്ക ജ്യൂസാണ് ഈ തണുപ്പത്ത് ഇവിടെ കൊണ്ടുവച്ചെന്ന് ആലോചിച്ചിട്ട് പുള്ളി ഇത് കുടിച്ചിട്ട് നോക്കുമ്പോൾ സ്റ്റീഫനെ കാണും. അപ്പോൾ സ്റ്റീഫൻ ഗോവർദ്ധനെ ഇതുവരെ ഉപയോഗിച്ചതും ഇനി ഉപയോഗിക്കാൻ പോകുന്നതും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. ഒരിക്കൽ നിങ്ങൾ പോലും അറിയാതെ ഞാൻ നിങ്ങളെ ഉപയോഗിച്ചിരുന്നു. ഇന്ന് നിങ്ങളുടെ അറിവോട് കൂടി തന്നെ മറ്റാരൊക്കെയോ നിങ്ങളെ ഉപയോഗിക്കുന്നു. ഒരു തവണ കൂടി ഞാൻ നിങ്ങളെ ഉപയോഗിക്കും. അതെന്തായാലും കാര്യമായി. പുള്ളിയെ വേണ്ട രീതിയിൽ അങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള പരാതി അങ്ങ് മാറുമല്ലോ. ഇതേ സമയം അങ്ങ് UK MI6 ഒക്കെ ഇപ്പം ഈ KA ഗ്യാങ്ങിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്റ്റീഫൻ നേരത്തെ പൊട്ടിച്ചറിഞ്ഞ ഡ്രഗ്സിന്റെ മോലാളി കബൂഗയെ കാണാൻ ഇവർ ഇറാഖിലോട്ട് പോകും. അവിടെ വെച്ച ഒരു ഗൺ ഫൈറ്റിൽ സ്റ്റീഫനും KA ഗ്യാങ്ങും തീർന്നെന്ന് നാട്ടിൽ ഫുള്ള് പാട്ടാവും. ഇതേ സമയം നമ്മുടെ ജതിൻ രാംദാസിന്റെ അഴിമതിക്കെതിരെ പ്രതിഷേധിക്കാൻ പ്രിയദർശിനി അവിടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകും. ഇങ്ങനെ പോയാൽ CM-നേക്കാളും സപ്പോർട്ട് പുള്ളിക്കാർക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയ ബജ്രംഗി എന്ത് ചെയ്യും, പബ്ലിക്കായിട്ട് കുറെ ഗുണ്ടകളെ ഇറക്കി പ്രിയദർശിനെ കൊല്ലാൻ നോക്കും. അല്ലവനെ ഇങ്ങനെ ചെയ്ത പുള്ളിക്കാരുടെ സപ്പോർട്ട് കൂടുകയല്ലേ ഉള്ളൂ. കാര്യം ശരിയല്ല ഏട്ടാ, പക്ഷേ ഈ ASM പാർട്ടിയിലുള്ളവർ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചിന്തിക്കും എന്നുള്ളൊരു ബ്രില്യൻസ് കാണിച്ചത്. ഓ ഏതാ ബ്രില്യൻസ്? ബ്രില്യൻസിന്റെ കാര്യം ആലോചിച്ചപ്പോഴാണ് എല്ലാം വെച്ചിട്ട് ഒരു 10-20 ബ്രില്യൻസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ബ്രില്യൻസ് എല്ലാം കൂടെ കാണുന്നവർ താങ്ങിയാൽ മതിയായിരുന്നു. ബാക്കി അങ്ങനെ പ്രിയയെ കൊല്ലാൻ ഓടിക്കുന്നവരെ കാട്ടിനകത്ത് വെച്ചിട്ട് സ്റ്റീഫനും ഗ്യാഗും ഇന്റർസെപ്റ്റ് ചെയ്യും. അവിടെ കൃത്യസമയത്ത് ഇടിമിന്നലൊക്കെ ഏറ്റ് മരത്തിൽ തീ പിടിക്കും. ഇത്ര കൃത്യമായിട്ട് ഈ മരത്തിന് മുന്നേ വന്ന് നിൽക്കണമെന്ന് സ്റ്റീഫൻ എങ്ങനെ മനസ്സിലായി? എൻ്റെ പൊന്നേട്ട ഒന്നാതെ കാട്ടിനെ എടുക്കാം, ഭയങ്കര ഇരുട്ട. ഇവന്മാരുടെ ഒരു ടോർച്ച് ലൈറ്റിന്റെ വെട്ടം പോലും ഇല്ല. മറ്റേ ഗുണ്ടകളാണെങ്കിൽ ആ പെട്രോൾ ബോംബ് എല്ലാം കൂടെ അവിടെ എറിഞ്ഞ് തീർക്കുകയും ചെയ്തു. പോരാത്തതിന് സ്റ്റീഫന്റെ കറുത്ത ഷർട്ടും. അതുകൊണ്ടൊരു മിന്നലേശി അവരൊരു മരത്തിനങ്ങ് തീയിട്ടു.
ഇതിപ്പോ ഇരുട്ടത്ത് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തലയടിച്ച് വീഴുന്നതിനേക്കാൾ നല്ലതല്ലേ കുറച്ച് വെട്ടത്തിൽ ഫൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ ഇവിടെ ഇരുട്ടായതുകൊണ്ട് ഈ വില്ലന്മാർ സ്റ്റീഫന്റെ ഗ്യാങ്ങിന്റെ തോക്കൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഇവന്മാരെ കുറെ വടിവാളും വെട്ടുകത്തിയൊക്കെ ആയിട്ട് സ്റ്റീഫനെ കൊല്ലാനോടും. ഇവന്മാരുടെ കൂട്ടത്തിൽ തോക്കുള്ളവൻ ആദ്യം ചത്തുപോയതുകൊണ്ട് പാവങ്ങളുടെ കൈ തോക്കില്ലെന്ന് സ്റ്റീഫന് മനസ്സിലാവും. അതുകൊണ്ട് സ്റ്റീഫൻ ഇവന്മാരെല്ലാം വെറും കൈ കൊണ്ട് നേരിടും. അവിടെ സെയ്ദ് മസൂദ് വരണമായിരുന്നു. 30 സെക്കൻഡിനുള്ളിൽ പുള്ളി പരിപാടി അങ്ങ് തീർത്തേനെ. പക്ഷെ ആ സമയം സെയ്ദ് അങ്ങ് യമനിൽ കുറച്ച് പിള്ളേരെ രക്ഷപ്പെടുത്തുന്ന മിഷനിൽ ബിസി ആയിരുന്നു. അതാ വരാൻ പറ്റാഞ്ഞ്. അല്ല പിന്നെ ഈ പ്രിയദർശനിക്ക് പ്രൊട്ടക്ഷന് പോലീസ് ഒന്നും ഇല്ലായിരുന്നോ? അയ്യോ പോലീസ് ഉണ്ടായിരുന്നില്ല അല്ലേട്ടാ. പക്ഷേ ഈ തീയും പുകയൊക്കെ കണ്ടപ്പോഴത്തേക്ക് പോലീസ് ഒന്ന് പേടിച്ചു. പാവങ്ങളല്ലേ. മാം ഞങ്ങൾ ആ സ്റ്റേജിന്റെ ബാക്ക് സൈഡിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ ആരും കണ്ടില്ല. പിന്നെ കെയോസിന്റെ ഇടയിൽ ഒരുപാട് സെർച്ച് ചെയ്തു. വി ആർ സോറി മാം. എന്താ പറ്റിയത്? അങ്ങനെ പ്രിയദർശിനി IUFന്റെ പുതിയ ലീഡറായിട്ട് സ്ഥാനം വെക്കും. അങ്ങനെ അതിനൊരു സമ്മേളനമൊക്കെ സംഘടിപ്പിക്കും. അതിനൊരു വെറൈറ്റിക്ക് വേണ്ടി പണ്ട് കാറിന്റെ സീറ്റിലിരുന്ന ടവലുണ്ടല്ലോ, അതുകൊണ്ട് സാരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് എടുത്തുകൊണ്ട് വരും. പക്ഷേ ഈ ASMലെ പോങ്ങന്മാരെന്ത് ചെയ്യും? ഇവരെ പബ്ലിക്കായിട്ടൊരു കള്ളക്കേസിൽ കൊടുക്കുക, NIA കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ അവിടെ കൂടി നിന്നവർ മൊത്തം ഈ പുള്ളിക്കാരിക്ക് ജയ് വിളിക്കും. ബെസ്റ്റ്. അല്ല ഈ ASMകാർ സത്യത്തിൽ പ്രിയദർശനിക്കാണോ അതോ ജതിനാണോ സപ്പോർട്ട്? സംശയം എന്താ, ജതിനെ തന്നെ. ഈ സമയം ജതിനാണെങ്കിൽ ബജരംഗിയെ കാണാൻ പോവുമായിരുന്നു. ഈ പോകുന്ന പോക്കിന് ജതിനെയും ബജരംഗിയുടെ ഒരു ശിങ്കിടിയെയും ഗോമാതാക്കളെ കൊണ്ട് കാറ് കടഞ്ഞ് സ്റ്റീഫന്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ അവരെ വെച്ച് ഭീഷണിപ്പെടുത്തി സ്റ്റീഫൻ പ്രിയദർശിനിയുടെ NIA കേസൊക്കെ ഊരിപ്പിക്കും. അങ്ങനെ ബജരംഗി കുറെ ആളുകളെ വിളിച്ചുകൊണ്ട് ഈ ക്ലൈമാക്സ് നടക്കുന്ന പണ്ട് കൂട്ടക്കൊല നടന്ന ആ സ്ഥലത്ത് വരും. സ്റ്റീഫൻ അവിടെ ഓൾറെഡി മറ്റേ മഞ്ഞത്തും മഴയത്തും വെയിലത്തും എല്ലാം ഇടുന്ന ജാക്കറ്റ് ഇട്ടുകൊണ്ട് അവിടെ പ്രസന്റ് ആണ്. സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടി സ്റ്റീഫൻ ഇവന്മാരുടെ കൂട്ടത്തിൽ തോക്കുള്ളവരെ മാത്രം തെരഞ്ഞു പിടിച്ച് സ്നൈപ്പ് ചെയ്ത് കൊല്ലും. വീണ്ടും ബ്രില്യൻസ്. അപ്പോൾ തന്നെ സെയ്ദ് മസൂദ് പട്ടിയാല പാൻ്റൊക്കെ ഇട്ടുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ വരും. അവിടെ ഗുണ്ടകളുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ഇന്റർനാഷണൽ ഗുണ്ടകളെ വെച്ച് നോക്കുമ്പോൾ അത് നിസ്സാര പ്രശ്നമായിരുന്നു. 4 വെടി കൊണ്ടേ തീരേണ്ട കാര്യമുള്ളായിരുന്നു. അല്ല അത് മതിയായിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ ഒരു ഇടിയില്ലാതെ എങ്ങനെ ശരിയാവുന്നത്? മോനെ ഈ ഖുറേഷി എബ്രാഹിനെ കൊണ്ട് ഈ ചെറിയ ഗുണ്ടകളൊക്കെ ഇടിപ്പിക്കാന്ന് വെച്ചാൽ പുള്ളിയൊന്നും ഇല്ലല്ലോ, MI6ന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളൊക്കെ അല്ലേ. അതൊന്നും കാണുന്നവർ വിചാരിക്കത്തില്ലല്ലേ. എന്തേലും ആവട്ടെ, ഏറ്റുപോയില്ലേ. അങ്ങനെ ബജരംഗിയെ അടിച്ച് പപ്പടമാക്കിയിട്ട് അവസാനം വെടി വെച്ച് കൊല്ലും. അപ്പൊ ജതിന് 2 ഓപ്ഷൻ കൊടുക്കും. ഒന്നെങ്കിൽ നന്നാവണം, അല്ലെങ്കിൽ പടമാവണം. എന്നിട്ട് പുള്ളിയെ ഒരു ഹെലികോപ്റ്റർ കേട്ടി പറത്ത് വിടും. പക്ഷേ L3 വില്ലൻ പുള്ളിയെ ഏറി വെച്ച് ഹെലികോപ്റ്റർ അടങ്ങും തീർത്ത് കളയും. അങ്ങനെ പടം കഴിയും. അല്ല എന്റെ റോളിന്റെ കാര്യം രാജുവിനൊന്നും പറഞ്ഞില്ലേ? മറന്നു പോയല്ലോ. ചേട്ടനൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ്. മറ്റേ ഗോവർദ്ധൻ നമ്മുടെ സ്റ്റീഫനെ അന്വേഷിച്ച് നടക്കുമല്ലോ. അപ്പോൾ സ്റ്റീഫനെ കാണിക്കാൻ വേണ്ടി ഗോവർദ്ധനെ കൊണ്ടുപോകുന്ന ആരാ? ചേട്ടനാ. അയ്യേ ഇത് ചെറിയ റോളല്ലേ. എനിക്ക് 3 ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ എന്തും കൂടെ ഒന്ന് ആലോചിക്കേണ്ടി വരും. എന്നാ ചേട്ടൻ്റെ മോനും ഒരു കെട്ട റോള് ഹാപ്പിയായില്ലേ? അല്ല പിന്നെ ലാലേട്ടൻ വേണോ? എന്നാ പ്രണയനും ഒരു കെട്ട റോള് ഹാപ്പിയായില്ലേ?